നമുക്കേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അതുകൊണ്ട് പിന്നെ ഓൾറെഡി പുതിയതായിട്ടുള്ള പിള്ളേരൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചു പേർക്ക് അടുത്ത ആഴ്ചക്ക് ടെസ്റ്റായ മക്കളുണ്ട്. അപ്പൊ അവർക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. ഇന്നൊരു 6-7 പേരുണ്ട്. അപ്പൊ നമ്മള് ലൈസൻസ് എടുത്തിട്ടും അതേപോലെ ലൈസൻസ് എടുക്കാതെ ഫ്രഷ് ആയിട്ട് പഠിപ്പിക്കണതുകൊണ്ട് 2 രൂപത്തിലും എടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. നീന്ന് എത്ര ദിവസം കൂടിയിട്ട് അടി വരുന്നേ? 1 മാസം കഴിഞ്ഞു. അപ്പൊ നമ്മള് വളവ് കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പൊ നമ്മൾ ഏത് ഗിയറിലാ ഉള്ളേ? 7 ഗിയറിൽ. ആ 1 മാസം കൂടി വന്നിട്ട് നിനക്ക് ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം മറന്നുപോലോ കാര്യങ്ങളോ എന്തോ ഉണ്ടോ? ഇല്ല. ഹാപ്പിയാണോ? അപ്പൊ ഓക്കെ, ഈ ഒരു ലെവലിലുള്ള പഠിപ്പീരും ഉണ്ട്. അതേപോലെ ഇനി ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയുണ്ട്, എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വിളിച്ചോ. കാരണം എനിക്കിപ്പോ ഇവിടെ എന്നും വീഡിയോ എടുക്കാനുള്ള അവസ്ഥയൊന്നുമില്ല. കാരണം മക്കള് കുറവാണ്. അപ്പൊ ഇനി പുറത്തുനിന്നുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എവിടെയാണെങ്കിലും നമുക്ക് അവിടെ വന്ന് വണ്ടിയുണ്ട്, ലൈസൻസും ഉണ്ട്. എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്ലാസ് തരാം. ഇവിടെ ഓൾറെഡി നമ്മൾ ഇച്ചിരി മലയോര പ്രദേശമായതുകൊണ്ട് മഴ കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ പുതിയ അഡ്മിഷനൊന്നും നിലവിലിപ്പോ ഇല്ല. പിന്നെ ഇതിന് പുറമെ ചെറുതായിട്ട് ജീപ്പൊക്കെ എടുത്തുകൊണ്ടുവന്ന് പണിയെടുക്കുന്ന പരിപാടികളുണ്ട്. അപ്പൊ നേരെ ഇപ്പൊ ഇതിൽ ആള് കുറവായതുകൊണ്ട് നമ്മൾ അതിലാണ് ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് കാര്യങ്ങളൊന്നും വരാത്ത. ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ വീഡിയോസ് ഒക്കെ വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മളിങ്ങനെ മഴയാട്ടോ. ഇതിപ്പോ ഇന്ന് ഞങ്ങളുള്ളത് പുലുരാമ്പാറ പുന്നക്ക റോഡിലാണ്. ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ കൂട്ടത്തില്? ഇപ്പൊ നമ്മൾ ഏത് ഗീറിലാ പോണേ? ഈ വണ്ടിക്ക് ഇനി ഗീറുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഇടാൻ പറ്റുമോ? വേണ്ട. ഓക്കെ. മഴയാണ്, അങ്ങനെ ഇച്ചിരി റോഡ് ഇച്ചിരി ഇതുണ്ട്, വളവുണ്ട്. അതേപോലെ ഈ ലൈൻ നമുക്ക് നീളത്തിലുള്ള ലൈനാണ്, വിട്ടുവിട്ടിട്ടുള്ളതല്ല. അപ്പൊ വളവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഏത് ഈ സെൻട്രൽ ലൈന് നീളത്തിലുള്ളത്. അത് വിട്ടുവിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്താണ് വലിയൊരു പ്രശ്നം വരൂല. ഓക്കെ. ഈ ബൈക്കുകാരനെ കാണണം, ആ ടിപ്പർ കാണണം. കാണുന്നുണ്ടല്ലോ അല്ലെ? ടോട്ടൽ ഇപ്പൊ നിനക്ക് എത്ര ക്ലാസ് ആയി പെണ്ണേ? 7ാമത്തെ ക്ലാസ്. ഓക്കെ. ഇനി മുന്നോട്ട് നോക്കി. ഇനി നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് നമുക്ക് അവിടെ എന്താ റോഡ്, ഇവിടുന്ന് അവിടെ നിന്ന് എന്താ ഉണ്ട്, ഒരു വളവുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഗീറിൽ വളയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ആദ്യം എങ്ങോട്ട് പോണം? ആദ്യം ഇനി കാലെവിടെ വേണം? ആക്സിലേറ്ററോ? യെസ്, എല്ലാം പറഞ്ഞു. എന്നാ തീർന്നല്ലോ. ക്ലച്ചും കൂടെ അങ്ങ് പറഞ്ഞേരെ. ഓക്കെ, പോട്ടെ. അവിടെ ജസ്റ്റ് ഒന്ന് ചെയ്യാ, ബ്രേക്കിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക, അങ്ങ് പോവാ. ഓക്കെ. ഇനി സ്റ്റിയറിംഗ് ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ വളവ് നമുക്ക് ഏത് ഗിയറിൽ വളയണം? സെക്കൻഡിൽ വളയണം. ഇനി നമുക്ക് ചെറിയൊരു അങ്ങാടിയിലോട്ട് എത്തി. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുവാണ്? ഒരു നല്ല ആക്സിഡന്റിന് കാലെടുത്തു, ബ്രേക്കിലോട്ട് വെച്ചു, ജസ്റ്റ് ബ്രേക്കിൽ വെച്ചു, സ്റ്റിയറിംഗ് നോക്കി, ക്ലച്ച് ചവിട്ടി സെക്കൻഡിലോട്ട് ഇട്ടു, ബ്രേക്കിൽ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുക. അപ്പൊ സ്പീഡ് കൂടൂല. ഓക്കെ, കാലെടുത്തോ. ഓക്കെ, മുന്നോട്ടേക്ക് പൊക്കോ. ഈ വണ്ടി ആർക്കുള്ള? എനിക്കുള്ള അല്ല കേട്ടോ. ഓക്കെ, കണ്ണു തിരുമാൻ പോയി അതിന്റെ ഇടയ്ക്ക് കേട്ടോ. മുന്നോട്ട് നോക്ക്. എന്റെ ഇല്ല കൊടുക്കാൻ പൈസ തട്ടിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ വീഡിയോയിൽ ചിലപ്പം ഗുണവും വരും, ദോഷവും വരും, എല്ലാം വരും. കാരണം നമുക്ക് നല്ലത് മാത്രം എടുത്ത് ഇട്ടാ പോരാ, ആക്സിഡന്റ് എടുത്ത് പോണം. കാരണം ബുദ്ധിമുട്ടുള്ളത് വിടണം. വേണ്ടേ ടീച്ചറെ? ഓക്കെ, പൊക്കോട്ടെ. അപ്പൊ നമ്മൾ മെല്ലെ വണ്ടി മാറ്റി കൊടുക്കും. മാറ്റ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാ. ആക്സിഡന്റ് കൊടുക്ക്. കണ്ണ് നിന്നെ തിരുമാം. കണ്ണിന് എന്താ പോയോ? ഓക്കെ, പൊക്കോട്ടെ. അപ്പൊ ഞങ്ങക്ക് മഴയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഇതിവിടെ പുന്നക്കൽ പള്ളിയാട്ടോ. അപ്പൊ ഏതായാലും ഈ പള്ളി കാണിച്ചത് നിൽക്കും, നമുക്ക് മുസ്ലിം പള്ളി കൂടെ ഒന്ന് കാണിച്ചേക്കാം അല്ലേ? അല്ലേടാ? ഓക്കെ, ബൈ. അപ്പൊ അടുത്തേക്ക് കാണാം.